ഏറ്റവും ഇഷ്ടപ്പെട്ട എഡിറ്റർ? എന്താണ് ഒരു റിലീസ് നടക്കുമ്പോൾ, റീപ്രോസസ്സിങ് നടക്കുമ്പോൾ, ഒരു പഴയ മൂവിയെ പുതുതാക്കുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. സ്ഫടികത്തിൽ വർക്ക് ചെയ്തപ്പോൾ എന്താണ് മനസ്സിലാക്കിയ അതിനെപ്പറ്റി ഒന്ന് പറയാം. മനസ്സിലാക്കി ഭദ്രൻ സാർ ആയിരുന്നു ഡയറക്ടർ. അപ്പോൾ ആൾക്ക് ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ആ പഴയ ഉണ്ടായിരുന്ന കറക്ഷൻസ്, പഴയ പുള്ളിക്ക് ആഗ്രഹമുള്ള ഭദ്രൻ സാറിന് ഇഷ്ടമുള്ള കുറച്ച് ഷോർട്സുകൾ എടുക്കാൻ പറ്റാതെ പോയിട്ടുള്ള ചില ഷോർട്സുകൾ ഞാൻ തന്നെ രണ്ടാമത് എടുത്തിട്ടുണ്ട്, കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് ടൈപ്പ് ഓഫ് ജോണർ എഡിറ്റ് ചെയ്യാനാണ് കുറച്ചുകൂടെ ഹാർഡായിട്ട് തോന്നുന്നത്? ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എബിൻ ഫിലിപ്പ് ഷോ. നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസുമായിട്ട് ഒരു ഡയറക്റ്റ് 1-to-1 ടോക്കാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അജ്മൽ സാബു ആണ്. അജ്മൽ സാബുവിൻ്റെ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷൻ ആണിത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എഡിറ്റിങ്ങിനെ പറ്റി കുറേ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഇതിലും അതിനെയൊക്കെ പറ്റിയാണ് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ പുള്ളി സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ സിനിമാറ്റോഗ്രഫിയിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങളിലോട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോഴാണ്. സോ സ്റ്റേ ട്യൂൺ. അജ്മൽ സാബു, വെൽക്കം ബാക്ക് ടു ദി ഷോ. പുതുതായിട്ടൊരു അപ്ഡേറ്റ് വരുമ്പോൾ അതിനനുസരിച്ച് സിസ്റ്റവും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ? സിസ്റ്റം അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറില്ല. സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസും പ്ലഗിൻസും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഏതൊക്കെ സോഫ്റ്റ്വെയർസ്, ഏതൊക്കെ പ്ലഗിൻസ് ആണ് യൂസ് ചെയ്യുന്നത് എഫ് സി പിയിൽ? ഞാൻ പണ്ട് പോലെ യൂസ് ചെയ്യുന്ന ഒരു മോഷൻ VFX എന്ന് പറഞ്ഞിട്ട് ഒരു പാക്ക് ഉണ്ട് എൻ്റെ. ഓക്കെ, കളറിൻ്റെ ആണെങ്കിലും ഇതുപോലെ ട്രാക്കിംഗ്, പിന്നെ മോഷൻ ബ്ലർ, നാച്ചുറൽ മോഷൻ ബ്ലറിൻ്റെ, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് ഉണ്ട് കുറച്ച് എൻ്റെ എക്സ്ട്രാ. അതൊന്നും ഇപ്പോൾ ഓൺലൈൻ എനിക്ക് പണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ച സാധനം എനിക്കിപ്പം നോക്കിയിട്ടൊന്നും കിട്ടാറില്ല. ഞാൻ പർച്ചേസ് ചെയ്തതാണ്. മോഷൻ VFXൻ്റെ പാക്കേജ് അത്യാവശ്യം നല്ലതാണ്. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഒരു സെറ്റ് ഓഫ് കുറേ പ്ലഗിൻസ് അതിൻ്റെ അകത്തുണ്ട്. മോഷൻ VFXൻ്റെ പൊതുവെ നല്ല പ്ലഗിൻസുകളല്ല. റെഡ് ജയൻ്റ് യൂസ് ചെയ്യാറുണ്ട് ഏതെങ്കിലും? റെഡ് ജയൻ്റ് ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. പ്രീമിയർ യൂസ് ചെയ്യുന്ന സമയത്ത് റെഡ് ജയൻ്റ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, മോഷൻ VFXൽ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും പ്ലഗിൻസ് പേര്? ലട്സ് നല്ലതാണ്, കളർ ലട്സ്. അത് വെച്ചിട്ട് നമുക്ക് ചുമ്മാ അതിട്ട് കാര്യമില്ല, അതിൽ വർക്ക് ചെയ്യണം. പിന്നെ മോഷൻ ബ്ലർ അത്യാവശ്യം നല്ലതാണ്. പക്ഷെ നമ്മൾ ഏത് വാല്യൂവിൽ ഇപ്പോൾ ഒരു കാർ പാസ് ചെയ്യുന്ന ഷോട്ട് സ്ലോയിലാണ് പാസ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ സ്പീഡ് റാമ്പ് ചെയ്തു. സ്പീഡ് റാമ്പ് ചെയ്യുമ്പോൾ സ്പീഡ് ചെയ്ത പോലെ തോന്നും, കാരണം അതിൻ്റെ റിയൽ മോഷൻ ബ്ലർ അതിലില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് മോഷൻ ബ്ലർ എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ റിയൽ ക്യാമറയിൽ വരുന്ന മോഷൻ ബ്ലർ കിട്ടും. പ്രത്യേകിച്ച് കറക്റ്റ് ഷട്ടറിലൊക്കെ എടുത്ത ഷോട്ടാണെങ്കിൽ നമ്മൾ സ്പീഡ് ചെയ്ത പോലെ തോന്നത്തേ ഇല്ല. റിയൽ നല്ല സ്പീഡിൽ പോകുന്ന പോലെ തോന്നും. അതിൻ്റെ റിയൽ മോഷൻ ബ്ലർ കിട്ടുന്ന പ്ലഗിൻസ് ഉണ്ട്. അത് ഞാൻ നല്ലപോലെ യൂസ് ചെയ്യാറുണ്ട് പല സ്ഥലത്തും. ഓക്കെ, നൈസ്. എഡിറ്റിങ്ങിൽ ലാപ്പ് അല്ലാതെ, ഇപ്പോൾ ലാപ്പ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു, സിസ്റ്റം യൂസ് ചെയ്തൂടെ? എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. ലൈക്ക് എനിക്കും ലാപ്പാണ് കുറച്ചുകൂടി ഇഷ്ടം. എന്ന് വെച്ചാൽ ഞാൻ ലാപ്പിൽ തുടങ്ങി ലാപ്പ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ലാപ്ടോപ്പാണ് കംഫർട്ടബിൾ കമ്പയർഡ് ടു സിസ്റ്റം. ആകുമ്പോൾ എന്നെ ഒരിടത്ത് പിടിച്ചിരുത്തുന്ന പോലൊരു സാധനം അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പേഴ്സണലി ഇപ്പോൾ അജ്മൽ സാബുവിൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ, വുഡ് യു പ്രിഫർ എ സിസ്റ്റം ഓർ എ ലാപ്ടോപ്പ്? ഞാൻ വർക്ക് ചെയ്യുന്നത് ലാപ്ടോപ്പിലാണ്. അന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് തന്നെയാണ് നല്ല പ്രിഫർ ചെയ്യുന്നതെന്നില്ല. സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഇരുന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ആണ് നമുക്കിഷ്ടം. അങ്ങനെ ആയി മാറുന്നത്. അത് പലർക്കും പലതായിരിക്കും. എനിക്ക് ലാപ്ടോപ്പ് ആണെങ്കിൽ ഈ ലാപ്ടോപ്പിലെ സ്ക്രീനിലല്ലല്ലോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതും ഗ്രേഡ് ചെയ്യുന്നതും. ഞാൻ സെപ്പറേറ്റ് മോണിറ്ററും എല്ലാം ഉണ്ട്. ഇതൊരു സിസ്റ്റം തന്നെയാണ്. ലാപ്ടോപ്പിൻ്റെ ഗുണം എനിക്ക് തോന്നിയത് എങ്ങോട്ട് വേണമെങ്കിലും എടുത്തിട്ട് പോകാം. മെയിനായിട്ട് ഞാൻ ഇപ്പോൾ ട്രെയിലറും ഒക്കെ ചെയ്യുമ്പോൾ പോയി ഇരുന്ന് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പോൾ ലാപ്ടോപ്പാണ് എനിക്ക് ഈസി. അതുകൊണ്ടാണ് ഞാൻ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നത്, സിസ്റ്റത്തിലേക്ക് മാറാത്തത്. ഓക്കെ, എന്ത് എക്സ്ട്രാ ഡിവൈസസ് ആണ് എഡിറ്റിങ്ങിൽ യൂസ് ചെയ്യാറുള്ളത് ലാപ്പ് അല്ലാതെ? ഞാനൊരു സാധനം യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ കൺസോൾ യൂസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ FCPയിൽ അത്ര കൺസോൾ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് അങ്ങനെ FCP എത്ര ഇതായിട്ട് യൂസ് ചെയ്ത് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, പിന്നെയും എനിക്ക് മൗസും ഒക്കെയാണ് പിന്നെയും എനിക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. FCP പിന്നെയും കുറേ കൂടെ ഈസിയാണ്, യൂസർ ഫ്രണ്ട്ലി ആണത്. അതുകൊണ്ട് പിന്നെ ഞാൻ മോണിറ്റർ യൂസ് ചെയ്യും. ഓക്കെ, ഞാൻ സോണിയുടെ ഒരു TV ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കീബോർഡ് യൂസ് ചെയ്യും. പിന്നെ ട്രാക്ക് പാഡ് ഞാൻ കുറേ കൂടെ കംഫർട്ടബിൾ ആണ്. ഇൻബിൽഡ് ട്രാക്ക് പാഡ് തന്നെയാണോ അതോ സെപ്പറേറ്റ്? കംഫർട്ടബിൾ ആണ്. സെപ്പറേറ്റ് ആണെങ്കിലും ഓക്കെ. സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പുറത്തൊക്കെ വേറെ സ്ഥലത്തൊക്കെ പോയി വർക്ക് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ എഡിറ്റിങ്ങിനായിട്ട് മറ്റേ സ്പീഡ്
സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും ഡിവൈസസ് എക്സ്ട്രാ ആയിട്ട് യൂസ് FCP ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ യൂസ് ചെയ്ത് തുടങ്ങണം എന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഇൻസ്പയർ ചെയ്ത് ഏതെങ്കിലും ഡിവൈസ് വാങ്ങിക്കണം എന്നുണ്ടോ? ഇപ്പൊ എനിക്കൊന്നും ലൂപ്പ് ടെക് പോലെ ഏതെങ്കിലും? ലൂപ്പ് ടെക് ഏത് ബ്രാൻഡാണ് ഞാൻ നോക്കിയായിരുന്നു 1-2 പക്ഷെ അതിന്റെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് FCP ആയിട്ട് അങ്ങനെ ഇന്റഗ്രേഷൻ ആയിട്ട് അത്ര സിങ്ക് അല്ല. FCPക്ക് പറ്റിയ ഒരു കൺസോൾ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല നല്ല. പിന്നെയും FCP കീബോർഡ് ത്രൂ നല്ല രീതിയിൽ ഇൻ ഔട്ട് മാർക്ക് ചെയ്യാനും എല്ലാത്തിനും ഷോർട്ട് കട്ട്സ് ഉണ്ട് ഈസി. അതിൽ നമ്മൾ സെറ്റായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെയും മോണിറ്റർ മാറ്റണം എന്നുണ്ട്. കുറച്ചുകൂടെ നല്ല മോണിറ്ററിൽ ടൈം ലൈൻ കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ പറ്റുന്ന ഒരു മോണിറ്റർ കാണുന്നുണ്ട്. ഓക്കെ. എങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ടൈം ലൈൻ ഒരു സ്ക്രീനിൽ ഇട്ടിട്ട് ഔട്ട് വേറെ സ്ക്രീനിൽ അങ്ങനെയാണോ ചെയ്യുക? ഔട്ട് വേറെ സ്ക്രീനിൽ ടൈം ലൈൻ ലാപ്ടോപ്പിന്റെ മോണിറ്ററിൽ അങ്ങനെയാണ്. ടൈം ലൈൻ അല്ല, ഫുൾ സോഫ്റ്റ്വെയർ ഫുൾ ആയിട്ട് തന്നെ കാണണം. പക്ഷേ അതൊന്ന് മാറ്റണം. എനിക്ക് ടൈം ലൈൻ ഒന്ന് കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ പറ്റിയ നല്ലതായിരിക്കും. ഓക്കെ. ബ്രോ, എഡിറ്റിൽ യൂഷ്വലി കൂടുതൽ കറക്ഷൻസ് വരാറുണ്ടോ? എനിക്ക് തോന്നുന്നു ഞാൻ എഡിറ്റിങ്ങിൽ നിന്ന് മാറി കളറിലോട്ട് പോയതിൻ്റെ മെയിൻ റീസൺ കുറേ അധികം കറക്ഷൻസ് വരുമ്പോൾ നമ്മുടെ മൂഡ് പോവും ഒരു വർക്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കളറിലോട്ട് മാറി. ഓക്കെ. അപ്പോൾ എഡിറ്റിൽ ഓവർ കറക്ഷൻസ് വരുമ്പോൾ എന്താണ് തോന്നാറ്? എഡിറ്റിൽ അങ്ങനെ ഓവർ കറക്ഷൻസ് അങ്ങനെ ഒരുപാട് അങ്ങനെ വന്നിട്ടില്ല. എന്നുവെച്ചാൽ ചെയ്യുന്നൊരു സാധനം ഇതല്ല വേണ്ട, ഇത് മൊത്തത്തിൽ മാറ്റാൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ വലിയ ടെൻഷൻ പിടിച്ചിട്ടുള്ള പരിപാടി വന്നിട്ടില്ല. ചെറിയ ചെറിയ കറക്ഷൻസ് വരും. പിന്നെ ഈ പല ആൾക്കാരുടെ ഒപ്പീനിയൻ എടുത്തിട്ട് വരുന്ന കറക്ഷൻസ് നമുക്കത് മനസ്സിലാവും. അത് മാറ്റി കഴിഞ്ഞാൽ വർക്കൗട്ട് ആവത്തില്ലെന്ന് നമ്മൾ പറയും. അത് ശരിയാവില്ല, അത് ഇങ്ങനെ തന്നെയാ നല്ലതെന്ന് പറഞ്ഞ് അവർ ഓക്കെ ആക്കി എടുക്കും എങ്ങനെയെങ്കിലും പറഞ്ഞ്. എന്നിട്ടും ആയില്ലെങ്കിൽ അത് അവർ പറഞ്ഞത് ചെയ്ത് കാണിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും, ശരിയായവൻ പറഞ്ഞ് തിരിച്ച് പഴയ പോലെ ആക്കും. നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ചില നല്ല ഇൻപുട്സ് കിട്ടുമ്പോൾ അത് നമ്മൾ ചെയ്യും. അത് ചിലപ്പോൾ ബെറ്റർ ആക്കാനാണെങ്കിൽ നമ്മൾ ചെയ്യും. അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരു സമയം ഉണ്ടാവുമല്ലോ അത് കൊടുക്കണ്ടേ. അപ്പം അങ്ങനെ ഒരുപാട് എന്നെ ഇങ്ങനെ അങ്ങനെ പ്രശ്നത്തിലാക്കിയിട്ടില്ല. മെയിൻലി സിനിമയിലേക്ക് വന്നതിന് ശേഷം അങ്ങനെ ഒരുപാട് കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വട്ടുപിടിപ്പിക്കുന്ന ടൈപ്പ് അങ്ങനെ വന്നിട്ടില്ല. ഓക്കെ. സോ വേർ ഡു യു സീ യുവർസെൽഫ് ഇൻ നെക്സ്റ്റ് 10 years? അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അത് നടക്കട്ടെ എന്ന് വെച്ചാൽ എല്ലാം നല്ല നല്ല പ്രോജക്ട്സ് ചെയ്യാൻ പറ്റട്ടെ. ഇനിയും ഇവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ നല്ല നല്ല പടത്തിൻ്റെ ഭാഗമാവണം. ഇൻഡസ്ട്രി അപ്പാവുന്നതിൻ്റെ കൂടെ ഉണ്ടാവണം. എല്ലാം ആവാൻ പറ്റട്ടെ. ബ്രോ, എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്മലിന് ലൈക്ക് ഫാമിലി സപ്പോർട്ട് നല്ലതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉമ്മ നല്ല സപ്പോർട്ടാണെന്ന് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഉമ്മയും ഫാദറും മദറും വീട്ടിലുള്ള എല്ലാവരും. എന്താ ഞാനത് സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഇതിന് മുന്നേ ഞാൻ അജ്മലിനെ കണക്ട് ചെയ്യുമ്പോൾ ഉമ്മ അജ്മലിനെ ഞാൻ കമൻറ്റ് ഇടുമ്പോൾ ഉമ്മ അതിന് വന്ന് റിപ്ലൈ ആയിട്ട് എനിക്ക് DM ചെയ്ത് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അത് ഈ കട്ട്സിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് എല്ലാവരും എൻ്റെ കൂടെ, മെയിൻലി ആ കോവിഡ് സമയത്താണ്, വീട്ടിൽ തന്നെയാണ്. അപ്പം ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് എഡിറ്റ് ചെയ്ത് ഇത് കട്ട്സ് ചെയ്യുക. പുറത്തുനിന്ന് ഇത്രയും റിവ്യൂസും കമൻസും വരുമല്ലേ, അപ്പോൾ വീട്ടുകാരെല്ലാം കൂടെ ഉണ്ട്. അപ്പം അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം എന്താണ് എഡിറ്റിംഗ് എന്നും എന്താണ് വർക്ക് എന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ അത്യാവശ്യം അങ്ങനെ വലിയ സപ്പോർട്ടാണ് ഫുൾ. ഓക്കെ. ആദ്യമേ തൊട്ട് ഈ ഫീൽഡിലോട്ട് അവർ സപ്പോർട്ടായിരുന്നു. അതെ അതെ. ഓക്കെ. കൺവിൻസ് ചെയ്തെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തൊട്ട് സപ്പോർട്ടൊന്നും അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടണമെന്നില്ല. പക്ഷെ എനിക്കങ്ങനെ വീട്ടിൽ ഇത് ചെയ്താൽ മതി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ചെയ്യുന്നത് ചെയ്യുക, പക്ഷെ വർക്കൗട്ട് ആവണം. ഞാൻ കുറച്ച് സമയം എടുത്തു ഒന്ന് നല്ല വർക്കുകൾ കിട്ടി തുടങ്ങാൻ. പക്ഷെ കിട്ടി തുടങ്ങിയപ്പോൾ ഒരു ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിന് മുമ്പേ തന്നെ ഓക്കെ ആണ്. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു ഹോപ്പ് വിടാതെ ഞാനും പണിയെടുത്തു. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേജിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. ഇപ്പം എല്ലാം ഓക്കെ ആയി എന്ന് പറയാനുള്ള സ്റ്റേജിലൊന്നും എത്തിയിട്ടില്ല. ഇനിയും പ്രൊജക്റ്റ് ചെയ്യണം. ഇപ്പം ഞാൻ കുറച്ച് പടങ്ങളല്ലേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നോക്കുവാണെങ്കിൽ 2018 ഞാൻ കണ്ട അജ്മൽ സാബുവും ഇപ്പോഴത്തെ അജ്മൽ സാബുവിൻ്റെയും ഗ്രാഫ് ഇങ്ങനെ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഫ്രം ഓമനത്തിങ്കൾ കിടാവു തൊട്ടാണ് ഞാൻ കണ്ടു തുടങ്ങി. അവിടുന്ന് അജ്മൽ കട്ട്സ്, പിന്നെ ട്രെയിലർ കട്ട്സ്, പിന്നെ ഇവിടെ സിനിമാറ്റോഗ്രാഫർ വരെ ആയി നിൽക്കുന്നു. സോ ഇറ്റ്സ് എ ബിഗ് ഗ്രോത്ത് ഫോർ അസ്. നമ്മൾ അന്ന് തൊട്ടേ നമ്മൾ കാണുമ്പോൾ
നമ്മൾ അജ്മൽ സാബുവിനെ കാണുന്നത് ഇത് കഴിവുള്ളൊരുത്തനാണ്, ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനും, അല്ലെങ്കിൽ നമ്മൾ കുറേ എക്സ്പെക്റ്റേഷൻ അന്നേ ഞാൻ വെക്കുന്നുണ്ടായിരുന്നു. ആൻഡ് യു ഹാവ് മെറ്റ് ദാറ്റ് എക്സ്പെക്റ്റേഷൻ. ആൻഡ് ഡെഫിനറ്റ്ലി ഇനി മുന്നോട്ട് പോകുമ്പോൾ നല്ല നല്ല പ്രോജക്റ്റുകൾ വരട്ടെ. ആസ് എ സിനിമാറ്റോഗ്രാഫറും എഡിറ്ററും സ്ക്രിപ്റ്റ് റൈറ്ററുമായിട്ട് അറിയപ്പെടട്ടെ. സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് അറിയപ്പെടട്ടെ. സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നില്ലേ? സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് അറിയപ്പെടാൻ മാത്രം വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷേ വർക്ക് ചെയ്യാൻ പറ്റട്ടെ. വർക്ക് ചെയ്യാൻ പറ്റട്ടെ. ബ്രോ, അജ്മൽ ബ്രോൻ്റെ കൂടെ ക്രൂ എത്ര ഉണ്ടാവാറുണ്ട്? ഇപ്പോൾ എഡിറ്റിങ്ങിനാണെങ്കിൽ എത്ര അസിസ്റ്റൻസ് ഉണ്ടാവാറുണ്ട്? സിനിമാറ്റോഗ്രഫി ആണെങ്കിൽ ഒരു കറക്റ്റ് ആൾക്കാർ തന്നെ ഫിക്സ്ഡ് ആണോ അതോ ഓരോ പ്രോജക്റ്റിന് മാറുവാണോ, എങ്ങനെയാണ്? സിനിമാറ്റോഗ്രാഫി ടീം എനിക്കൊരു 4-5 പേര് ഉണ്ട്. ഫിക്സ്ഡ് ആണ്? ഫിക്സ്ഡ് അല്ല. ഇപ്പോൾ ചില പ്രൊജക്റ്റിൽ 1-2 പേരുണ്ടാവില്ല, അടുത്ത പ്രൊജക്റ്റിൽ വരുമ്പം വേറെ 2 പേരുണ്ടാവില്ല. ഓക്കെ, അങ്ങനെ മാറി മാറി. അസോസിയേറ്റ് ഒരാൾ തന്നെയാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ വേറൊരാളായിരുന്നു അസോസിയേറ്റ്. ഫെർവിൻ എന്ന് പറഞ്ഞിട്ട് ഒരാളായിരുന്നു 2 വർഷം മുമ്പ് വരെ. ഇപ്പോൾ സാഹിദ് എന്ന് പറഞ്ഞ ഈ ക്യാമ്പ് ലീഡ്സിലൊക്കെ ഉണ്ടായിരുന്ന നമുക്ക് നമ്മുടെ ഫ്രണ്ട് തന്നെ, എല്ലാവരും ഫ്രണ്ട്സ് ആട്ടോ. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സായിട്ട് തന്നെ നിന്നിട്ടാ ചെയ്യുന്നത്. അതൊരു എല്ലാ കമ്പനിക്കാരാ. അപ്പോൾ അവരൊക്കെ തന്നെയാണ് നമുക്കിപ്പോൾ ഉള്ളത്. പിന്നെ അവരൊക്കെയാണ് ഇപ്പോൾ കൂടെ ഉള്ളത്. എഡിറ്റിങ്ങിൽ കൂടുതൽ അങ്ങനെ ഒരുപാട് പേരില്ല. ഞാൻ തന്നെയാണ്. പിന്നെ കുറച്ച് പേരുള്ളത് ഇതുപോലെ ഹെവി ആയിട്ട് വല്ലതും വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിലാണെങ്കിൽ അസിസ്റ്റൻ്റ് എന്ത് പ്രോസസ്സ് വരെ ആയിരിക്കും ചെയ്തു തരിക അജ്മലിന്? എനിക്ക് മെയിൻലി ടൈം ലൈനും എഡിറ്റും ഒക്കെ ഞാൻ തന്നെ ചെയ്യുന്നതാണ്. ഞാൻ തന്നെ ആയിരിക്കും ഫുള്ള് ലോക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അയക്കണമല്ലോ. ഈ വാട്ടർമാർക്ക് ഇട്ട് വിപ്പിട്ട് സൗണ്ടിൽ അയക്കണം, VFX അയക്കണം. VFX തന്നെ പല ഷോർട്സ് ഉണ്ടാവും. ടൈറ്റിൽ ഡിസൈനിൽ അയക്കണം, ഗ്രേഡിന് അയക്കണം, പിന്നെ സൗണ്ട് ഡിസൈൻ, മ്യൂസിക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അയക്കാനും വരുന്ന ഫയൽസ് റീചെക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ വേണ്ടി മാത്രം. അല്ല, എഡിറ്റിൽ പ്രോസസ്സിൽ എങ്ങും ഹാമ്പർ ചെയ്യുന്നില്ല. എഡിറ്റിൽ അങ്ങനെ ഇരുത്തിയിട്ടില്ല എന്നല്ല, ഞാൻ തന്നെ ഇരിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ ഇൻപുട്സ് ഒക്കെ എടുക്കും. അത് ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും. ഓക്കെ, അജ്മൽ സാബുവിൻ്റെ അസിസ്റ്റൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം? എഡിറ്റിലോ ഇപ്പോൾ ഏതിലെ അസിസ്റ്റൻ്റ് വേണമെന്ന് മെയിനായിട്ട്? എനിക്കൊന്ന് സിനിമാറ്റോഗ്രഫിയിലാണ് കൂടുതൽ വേണമെന്ന് തോന്നുന്നല്ലേ? സിനിമാറ്റോഗ്രാഫിയിൽ പലരും ചോദിക്കുന്നുണ്ട്. എഡിറ്റിലും ചോദിക്കാറുണ്ട്. സിനിമാറ്റോഗ്രാഫിയിൽ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കൂടെ ഒരു ടീമുണ്ട്. അപ്പം അവർ ഉള്ളത് കൊണ്ട് ഇപ്പോൾ വേറൊരാളെ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ലാതെ നിൽക്കുക. അപ്പം പക്ഷെ എന്തെങ്കിലും വരുവാണെങ്കിൽ കുറച്ച് പേരെ ഞാനിങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. നല്ല കുറച്ച് ആൾക്കാരുണ്ട്. എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ഉടനെ തന്നെ വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വിളിക്കാൻ. നല്ല പ്രൊജക്റ്റ് വരുമ്പോൾ നല്ല ആൾക്കാരാണ്, നല്ല വർക്ക് അറിയാവുന്നത്, ഭയങ്കര നമുക്കും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അതെ. അജ്മൽ സാബുവിൻ്റെ അസിസ്റ്റൻ്റ് ആവണമെങ്കിൽ ഒരാൾക്ക് എന്ത് ക്വാളിറ്റി വേണം? എൻ്റെ അസിസ്റ്റൻ്റ് ആവണമെങ്കിൽ എന്ത് ക്വാളിറ്റിയാണ്? പരിപാടി അറിഞ്ഞാൽ മതി. മിനിമം ഞാൻ ചെയ്യുന്നത് ഈ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറെ കൂടെ ഞാൻ സിങ്ക് ആവും. കുറേ മറ്റേ സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആൾക്കാരുമായിട്ടും എനിക്ക് കാട്ടിലും ഇതുപോലെ ഷോർട്ട് ഫിലിംസും ഭയങ്കര കാൻഡിഡ് വെഡ്ഡിങ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ചെറിയ ബഡ്ജറ്റിൽ നല്ല ഔട്ട്പുട്ട് കൊടുത്തിട്ടുള്ള ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനും അങ്ങനെ തന്നെ ചെയ്തു വന്ന. അപ്പം അങ്ങനത്തെ ആൾക്കാർ അങ്ങനെ ഒന്നുമില്ല, ക്രൈറ്റീരിയ ഒന്നുമില്ല എൻ്റെ അസിസ്റ്റൻ്റ് ആണ്. കാരണം അവർക്ക് നല്ല കുറേ സിനിമാറ്റോഗ്രാഫേഴ്സ് ഉണ്ട്. അവർ പലരെയും എന്നെ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ എന്നെ അപ്രോച്ച് ചെയ്യുന്നതാണ്. അപ്പം അവർ ഓൾറെഡി ടാലൻറ്റഡ് ആയിരിക്കും. എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ഇത് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും ഇവർ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സമയത്ത് എത്തുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും സ്കില്ലുണ്ടാവും. നമ്മളങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് നോക്കണ്ട. ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ആഡ് ഫിലിമിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ആളുടെ കാലിബർ നമുക്ക് മനസ്സിലാവും. ഇത്ര പൊട്ടൻഷ്യലുള്ള ഒരു ടെക്നീഷ്യൻ ആണ് വന്നിരിക്കുന്നത്. നമുക്കും ഹെൽപ്ഫുൾ ആവണം, അത്രേ ഉള്ളൂ. നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റണം. ആള് സെറ്റിലുള്ളത് കൊണ്ട് ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതാണ് വേണ്ടത്. ക്രൈറ്റീരിയ ഏറ്റവും മെയിനായിട്ട് എനിക്ക് വേണ്ട ഒരാൾ. എങ്ങനെയാണ് അജ്മലിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുക? ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏത് സോഴ്സാണ്? എൻ്റെ ഫോണിൽ വിളിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിലൊന്നും ആക്റ്റീവ് അല്ല? ഇൻസ്റ്റാഗ്രാമിലും ഓക്കെയാണ്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എപ്പോഴും നോക്കാറില്ല. അതായത് മെസ്സേജസ് ഇങ്ങനെ വരുന്നത് കൊണ്ട് എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എപ്പോഴും വർക്ക് പോസ്റ്റ് ചെയ്യാനും എടുക്കാനും മാത്രമേ യൂസ് ചെയ്യുന്നല്ല. ഇൻസ്റ്റാഗ്രാം എപ്പോഴും നോക്കാറുണ്ട്. എന്നാലും ഇൻസ്റ്റാഗ്രാമിനേക്കാളും കൂടുതൽ മെയിലിലൊക്കെ ആയിരിക്കും തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ. അല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ കിട്ടും. ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടെന്ന്. അജ്മൽ ബ്രോ, എനിക്ക് എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ്. ഇപ്പോൾ
നമ്മുടെ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂത്തിന് കൂടുതലും ഇഷ്ടം ഷൂ കുറേ എഫക്റ്റ് ട്രാൻസിഷൻ പരിപാടിയൊക്കെയാണ്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലേ? പക്ഷേ മെയിൻലി എഡിറ്റിംഗ് എന്ന് പറയുന്ന കുറച്ച് ഗ്രാമേഴ്സും പരിപാടിയുണ്ട്. ഓക്കെ, ഏതിലോടാണ് ലൈക്ക് അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അത് രണ്ടും വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഗിമ്മിക്ക് വേണ്ടടുത്ത് ഗിമ്മിക്ക് കൊടുക്കണം, അല്ല അത് വേണ്ടാത്ത സ്ഥലത്ത് ഒരിക്കലും കൊടുക്കരുത്. അതിപ്പോൾ എഡിറ്റിങ്ങിൽ മാത്രമല്ല, വിഷ്വലിലാണെങ്കിലും നമുക്കൊരു സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ട വിഷ്വൽ മതി. അതിൻ്റെ ഓവർ ബ്യൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത സ്ഥലത്ത് വെറുതെ കൊടുക്കണ്ട. ക്യാരക്ടേഴ്സിൽ നിൽക്കേണ്ട സീനാണെങ്കിൽ ആ ക്യാരക്ടേഴ്സിന് ആയിരിക്കണം ഇമ്പോർട്ടൻസ്. ഇവിടെ വിഷ്വൽ ഭയങ്കരമായിട്ട് കയറി നിന്നാൽ പ്രശ്നമാണ്. അതുപോലെ എഡിറ്റിലും അത് തന്നെയാണ്. എന്നുവെച്ചാൽ ഗിമ്മിക്ക് വേണ്ടടുത്ത് കൊടുക്കണം, അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. അവിടെ നമ്മൾ സട്ടിലായിട്ട് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അത് വേണ്ട സ്ഥലത്ത് യൂസ് ചെയ്യുക, വേണ്ടാത്ത സ്ഥലത്ത് ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇല്ല, നമ്മുടെ അടുത്ത് എഡിറ്റിംഗ് പഠിക്കാൻ വരുന്ന പിള്ളേർ അവർ മറ്റേ റീലിലെ മറ്റേ എഫക്ട്സും ഗിമിക്സും കണ്ടുവരുന്നവരായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇത്രയും പണിയുണ്ടായിരുന്നല്ലേ, എനിക്ക് മറ്റേ സാധനം മതിയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. ഇല്ല, അത് അറിയുന്ന ആൾക്കാർ നല്ലതാണ്. അതും ഞാനൊക്കെ ഗിമ്മിക്ക് ചെയ്താണ് ഒന്ന് കുറച്ച്, അതെ കുറച്ച് നീറ്റാവാം, ഭയങ്കര ഓവറായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു സമയമുണ്ട്. വെറുതെ ഒരു ഡയലോഗ് സീൻസിൽ പോലും വെറുതെ സൗണ്ട് എഫക്റ്റും കട്ടും ജംപ് കട്ട്സും ആവശ്യമില്ല. അവിടെ വെറുതെ എന്തിനാ ഓഡിയൻസിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന, വേണ്ടാത്ത സ്ഥലത്ത് ഓവർ എഫക്റ്റിന്റെ ആവശ്യമില്ല. പണ്ടത്തെ ഷോർട്ട് ഫിലിംസ് തന്നെ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ഒരുപാട് എഡിറ്റിൽ വെറുതെ ഇട്ട് കളിക്കുമായിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യമില്ല, വേണ്ട സ്ഥലത്ത് പക്ഷെ വേണം, കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഇമോഷൻ മനസ്സിലാക്കി ആ സ്റ്റോറിക്ക് ആവശ്യമുള്ളൊരു കട്ടായിരിക്കണം യോജിക്കുക അല്ലേ? അർജുൻ ബ്രോ, ഇനി നമുക്ക് റാപ്പിഡ് ഫയറിലേക്ക് പോവാം. ഓക്കെ, ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ? ഫൈനൽ കട്ട് പ്രോ. ഓക്കെ, ഏത് സോഫ്റ്റ്വെയർ ആണ് അജ്മൽ ഫോണിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എഡിറ്റിംഗ് പർപ്പസ്? എഡിറ്റ് ചെയ്യാൻ വളരെ കുറവാണ്. ഓക്കെ, അല്ല ആസ് എ സിനിമാറ്റോഗ്രാഫർ നിങ്ങൾക്ക് യൂസ് ആവുന്ന കുറച്ച് ടൂൾസ് ഉണ്ടാവും, ആസ് എ എഡിറ്റർ നിങ്ങൾ യൂസ് ചെയ്യുന്ന കുറച്ച് ആപ്സ് ഉണ്ടാവുമല്ലോ. ഫോണിൽ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്തില്ല. എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇൻഷോട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഐപാഡിൽ FCP ഉണ്ട്, അപ്പോൾ FCPയിൽ കുറേയൊക്കെ പണി അതിൽ തന്നെ നടക്കും. ഓക്കെ, ഫോണിൽ FCP? ഫോണിലല്ല, ഐപാഡിൽ. ഓക്കെ, ഫൈൻ. ഐപാഡിൽ വേറെ ഏതെങ്കിലും ആപ്പ് FCP അല്ലാതെ? വേറെ FCP അല്ലാതെ അങ്ങനെ ആപ്പൊന്നുമില്ല. ഓക്കെ, എഡിറ്റ് ഓർ സിനിമാറ്റോഗ്രാഫി? ബോത്ത്, രണ്ടും. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള? അങ്ങനെ പറയാൻ പറ്റത്തില്ല, രണ്ടും ഇൻട്രസ്റ്റ് ആണ്. യുവർ ബെസ്റ്റ് വർക്ക് സോ ഫാർ? പ്രേമലു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടർ? ഇഷ്ടപ്പെട്ട ഡയറക്ടറോ? മലയാളമാണോ? അല്ല, മലയാളം എവിടെയാണ്, ഏതാണെങ്കിലും. മലയാളം ആദ്യം പറയാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ട് പോകും. അത് വേണ്ട, പണിയാവോ? പണിയാന്നല്ല, ഒരുപാട് പേരുണ്ട്. ഓക്കെ, അങ്ങനെ ഒരാളെ ഇഷ്ടപ്പെട്ട ഡയറക്ടർ വിക്രമാദിത്യ മോട്ട്വാനി. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട എഡിറ്റർ? സൈജു ശ്രീധരൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി? അങ്ങനെ ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല, ഒരുപാട് ഫിലിംസ് ഉണ്ട്. അങ്ങനെ കുറെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് തോന്നുന്ന ഒരു മൂവി? ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് മൂവീസ് ഉണ്ട് ബ്രോ. അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഒരു മൂവി ആയിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പറയുവാണെങ്കിൽ ഒരു ലിസ്റ്റ് തന്നെ പറയണം. കാരണം ഓക്കെ, അത് 2-3 പറഞ്ഞു. അജ്മലിന്റെ സജഷൻ, ആൾക്കാർ അത് കണ്ടിട്ട്. ഞാൻ ഇന്ത്യൻ ഫിലിംസ് തന്നെ പറയാം. ഹിന്ദിയിലാണെങ്കിൽ അനുരാഗ് കശ്യപിന്റെ അഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം, ത്രില്ലർ ജോണറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. റോംകോം ആണെങ്കിൽ എനിക്ക് ഹസി തോ ഫസി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് അത് കൂടാതെ ഉണ്ട് കേട്ടോ ഒരുപാട് മൂവീസ്. പിന്നെ ഡ്രാമയാണെങ്കിൽ എനിക്ക് ഹൈദർ ഭയങ്കര ഇഷ്ടമാണ്, വിശാൽ ഭരദ്വാജിൻ്റെ. ഹോളിവുഡ് ആണെങ്കിൽ ബ്രേക്കിംഗ് ബാഡ് സീരീസ്, അതിലെല്ലാം ഉണ്ട്. പിന്നെ ബെറ്റർ കോൾ സോൾ, പീക്കി ബ്ലൈൻഡേഴ്സ്. എഡിറ്റിംഗിൽ ഇൻസ്പയർ ചെയ്ത 2 എഡിറ്റേഴ്സ്? ആർത്തി ബജാജ്, സൈജു ശ്രീധരൻ. ഓക്കെ, ആൻഡ്
ഏത് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്? മാക്ബുക്ക് ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഏതാണ്, ഏത് വേർഷൻ? മാക്ബുക്ക് എൻ്റെ പഴയ ഇതാണ്. പുതിയ ഇപ്പോൾ M4 ചിപ്പ് എടുക്കാനുള്ള പരിപാടിയാണ് ഈ ആഴ്ച. അപ്പോൾ മിന്നൽ മുരളി തൊട്ട് ഇതുവരെ ചെയ്ത എല്ലാ ട്രെയിലേഴ്സും ഇൻറ്റൽ i9 ചെയ്തത്. വിൻഡോസ് എടുക്കണമെന്ന് തോന്നിയിട്ടില്ല? വിൻഡോസിലായിരുന്നു ആദ്യം, ഓക്കെ, പിന്നെ മാക്കിലേക്ക് മാറിയതാണ്. എഡിറ്റിങ്ങിൽ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു മാക്കാണ് ബെറ്റർ. അങ്ങനെയല്ല, വിൻഡോസ് യൂസ് ചെയ്യുന്നവരുണ്ട്. എനിക്കിപ്പോൾ ഓക്കെ ആയിട്ട് മാക്കാണ്. നമ്മളിപ്പോൾ ഒരെണ്ണത്തിൽ സെറ്റായാൽ പിന്നെ അത് ആണല്ലോ നമുക്ക്. ചിലർക്കുണ്ട് പുതിയ പുതിയ സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. അങ്ങനെ തോന്നാറുണ്ടോ? ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഉടനെ പുതിയ പ്രൊഡക്ട്സ് എല്ലാം ട്രൈ ചെയ്ത് നോക്കും. അതെ അതെ. ഒരു ആക്ച്വലി എന്താണ് ഒരു റിലീസ് നടക്കുമ്പോൾ, റീപ്രോസസ്സിങ് നടക്കുമ്പോൾ, ഒരു പഴയ മൂവിയെ പുതുതാക്കുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്താണ് നടക്കുന്നതെന്ന് എനിക്കും അത്ര ഞാൻ അവരുടെ ലാബിലൊന്നും പോയി നോക്കിയിട്ടില്ല. എനിക്ക് ഫൈനൽ ഔട്ട് കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ. അല്ല, ആ ഫിലിമിനെ എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്ത് ഡിജിറ്റൽ ആക്കുന്നത്, അതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ അത് ആ പ്രോസസ്സിൽ ഇരുന്നിട്ടേ ഇല്ല സത്യം പറഞ്ഞു. അതിനെപ്പറ്റി ബ്രോ സ്ഫടികത്തിൽ വർക്ക് ചെയ്തപ്പോൾ എന്താണ് മനസ്സിലാക്കിയ, അതിനെപ്പറ്റി ഒന്ന് പറയാം. മനസ്സിലാക്കി, ഭദ്രൻ സാർ ആയിരുന്നു ഡയറക്ടർ. അപ്പോൾ ആൾക്ക് ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ആ പഴയ ഉണ്ടായിരുന്ന കറക്ഷൻസ്, പഴയ പുള്ളിക്ക് ആഗ്രഹമുള്ള, ഭദ്രൻ സാറിന് ഇഷ്ടമുള്ള കുറച്ച് ഷോർട്സുകൾ എടുക്കാൻ പറ്റാതെ പോയിട്ടുള്ള ചില ഷോർട്സുകൾ ആളെടുത്തു. ഞാൻ തന്നെ രണ്ടാമത് എടുത്തിട്ടുണ്ട്, കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ലോറി വന്ന് നിൽക്കുന്നതൊക്കെ, അത് ചെറിയ ഇൻസേർട്സ് മാത്രം. ഒരു ഡ്രോൺ ഷോട്ടൊക്കെ ഉണ്ട് പാറമടയുടെ, അതൊന്നും എടുക്കാൻ പറ്റാഞ്ഞ ഷോട്ട്സ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് വ്യത്യാസം എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ മനസ്സിലാവുമായിരിക്കും, ടെക്നീഷ്യൻസിന് പിന്നെയും മനസ്സിലാവും. അത് വേറെ തന്നെ ഒരു ഇതായിരുന്നു. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഡിജിറ്റലിലേക്ക് ആക്കിയതിന് ശേഷം ബാക്കി പ്രോസസ്സ് ഒരു സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ്. സൗണ്ട് ഡിസൈനിന് കൊടുക്കുക, ടൈറ്റിലിന് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ആ എഡിറ്റഡ് ടൈം ലൈൻ ആണോ കിട്ടുന്നത്? എഡിറ്റഡ് ടൈം ലൈൻ. ഒറിജിനൽ നമ്മുടെ ഇല്ലല്ലോ. ഒറിജിനൽ ഇല്ല, ഓൾറെഡി എഡിറ്റഡ് സാധനത്തിനാണ് നിങ്ങൾ എഡിറ്റഡ് ആയിരിക്കും ഫിലിം ഇതായിട്ട് റോൾ ആയിട്ടിരിക്കുന്നത്. അതായിരിക്കും കിട്ടുന്നത്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് കിട്ടിയേക്കുന്നത് MOV ഫയൽസ് മാത്രം എഡിറ്റ് ചെയ്യും. ബാക്കി എല്ലാം പ്രസാദിലാണ് നടക്കുന്നത്. അവിടെ DA നടക്കുമ്പോൾ മാത്രമേ പിന്നെ ഞാൻ ഇരുന്നിട്ടുള്ളൂ കൂടെ. ബാക്കി ഇത് ഫുൾ റിക്കവർ ചെയ്ത് എടുക്കുന്നതൊന്നും ഞാൻ, വേറെ പടങ്ങൾ അവിടെ റിക്കവർ ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. സ്ഫടികത്തിന്റെ റിക്കവറി പ്രോസസ്സും അതിൻ്റെ അത് റിസ്റ്റോറേഷൻ പ്രോസസ്സാണ്. അപ്പം അത് നടക്കുന്നത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് MOV കിട്ടും. MOV കിട്ടുമ്പോൾ തന്നെ ഈ ഫിലിമിന്റെ എഡ്ജസ് ഒക്കെ ചെറിയ ഈ ഓവൽ ഇതിലായിരിക്കും കിടക്കുന്നത്. എഡ്ജസ് കേവ് ആയിട്ടുള്ള എഡ്ജസ് ഇല്ലേ, അങ്ങനത്തെ എഡ്ജസിലായിരിക്കും ഈ കിട്ടുന്നത്. അത് ഒരു പൊടിക്ക് സ്കെയിൽ ചെയ്ത് അതിൽ ചെറിയ ഗ്ലിച്ച് ഉണ്ടെങ്കിൽ അത് മാനുവലി കളഞ്ഞ് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമിൽ വർക്ക് ചെയ്യുന്നിട്ടുള്ള, അങ്ങനെയൊക്കെയാണ് ഞാൻ അവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഡീറ്റെയിൽ അവരെ തന്നെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് മാക്സിമം അവിടെ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയാണ് ലൈക്ക് ആ ഫിലിമിനെ എങ്ങനെ നമ്മൾ ഡിജിറ്റൽ ആക്കുന്നു, ആ ഡിജിറ്റൽ എങ്ങനെ ഈ പ്രോസസ്സിലോട്ട് കൊണ്ടുവരും. ഒരുപാട് അവിടുത്തെ എക്യുപ്മെന്റ്സും ഒക്കെ ഉണ്ട് അതിന് വേണ്ടി. ആൻഡ് DI വരുന്ന ഫുട്ടേജ് ഏത് ഫോർമാറ്റിലായിരിക്കും? MOV തന്നെയാണ്. അല്ല DPX ഒന്നും അല്ല. അല്ല, ആക്ച്വലി ഫിലിംസ് എല്ലാം ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം അല്ലേ വരുന്നത്. അപ്പോൾ DPX സീക്വൻസ് ആയിട്ടല്ല. ഇല്ല, DPX ആയിട്ടില്ല. MOV തന്നെ ഹൈ ക്വാളിറ്റി ആയിരിക്കും. ProRes 444 ഒക്കെ ആയിരിക്കും. 444 തന്നെ. എനിക്ക് 444 കിട്ടിയത്. അവരെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 444 തരത്തുള്ളൂ. കാരണം നമ്മൾ എക്സ്പോർട്ട് ചെയ്തതിന്റെ മുകളിലാണ് വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് കിട്ടുന്ന 444 ചിലപ്പോൾ യൂട്യൂബിലും പോകും. ഒരു രീതിയിലും കംപ്രസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി 444 തരും. അത് വെച്ച് നമ്മൾ ട്രെയിലർ 444 മാക്സിമം ക്വാളിറ്റി. അതായത് HQ അല്ലേ? HQ അല്ലേ ഏറ്റവും ഹൈ ക്വാളിറ്റി? 444 HQ-ലായിരിക്കും എനിക്ക് തന്നിട്ടുള്ള HQ-ലായിരുന്നു. 444 HQ-ലായിരുന്നു. നല്ല സൈസുള്ള ഒരു റീൽ വൈസ് ആയിരിക്കും തരുന്നത്. സാധാരണ പ്രോക്സി വെച്ചിട്ടാണ് വർക്ക് ചെയ്തത്. ഫുള്ള് പ്രോക്സി വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യും. നമുക്ക് അതിന്റെ ഒരു പ്രോക്സിയും കിട്ടിയിട്ടുണ്ട്. അത് കുറെ കാലം മുമ്പ് കിട്ടുന്ന, എന്നാൽ അതിന്റെ ഫുൾ ഫൈനൽ ആയിട്ടുള്ളത് അവർ 444 തരും. അത് വെച്ചിട്ട് അപ്പോൾ ഈ ഗ്രേഡ് ചെയ്ത ഫുട്ടേജ് ആണോ ട്രെയിലർ കട്ട് ചെയ്യാൻ കിട്ടിയ, അതോ ട്രെയിലർ കട്ട് ചെയ്തിട്ടാണോ ഗ്രേഡിലോട്ട് പോയത്? ട്രെയിലർ കട്ട് ചെയ്തിട്ടാണ് ഗ്രേഡ്. ഇപ്പം എൻ്റെ സിസ്റ്റത്തിൽ തന്നെ ഇട്ട് എനിക്ക് റീലിംഗ് ചെയ്യാമല്ലോ. സെയിം ഡ്യൂറേഷനും സെയിം ആയിരിക്കും, ക്ലിപ്പ് നമ്പറും സെയിം ആയിരിക്കും. ക്ലിപ്പ് നമ്പർ അല്ല, റീൽ നമ്പറും സെയിം ആയിരിക്കും. നോർമലി റീലിംഗ് ചെയ്യുമല്ലോ നമ്മൾ, അതുപോലെ. അല്ല, അതേ ഉള്ളു ഓപ്ഷൻ. നമുക്ക് ചെയ്തൊരു റഷ് ഇല്ലല്ലോ. അപ്പോൾ ഇത് അങ്ങനെയാണ് ഈ സ്ഫടികത്തിന്റെ അങ്ങനെയാ ചെയ്തത്. ബാക്കി ഇപ്പോൾ വരുന്ന റീ റിലീസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ചിലവർക്കൊക്കെ ഒരു പ്രശ്നമുള്ള, നല്ലൊരു മൂവി ആദ്യമേ അവർ ചെയ്തു വെച്ചു, നല്ലൊരു ടെക്നീഷ്യൻസ് ചെയ്തു വെച്ച സാധനത്തിന് നമ്മളത് റീ എഡിറ്റ് ചെയ്ത് ഇനി അത് നന്നാക്കുമ്പോൾ
ചിലവർക്ക് ദേവദൂതൻ ഒന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, രണ്ടാമത് എഡിറ്റ് ചെയ്ത് വന്നത്. ചിലവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ആസ് എ ടെക്നീഷ്യൻ വാട്ട്സ് യുവർ ടേക്ക്? അത് എഡിറ്റ് ചെയ്ത് നന്നാക്കുവാണെങ്കിൽ ബെറ്റർ അല്ലേ? അതെ, അത് പക്ഷെ ചിലവർക്ക് ആ എസെൻസ് തന്നെയാണ്. എസെൻസ് മാറരുതെന്നുള്ളതാണ്. കാരണം ആൾക്കാർ അത് കണ്ട് മൈൻഡിൽ കിടക്കുന്ന മ്യൂസിക്കും അതിൻ്റെ ചിലപ്പോൾ ഒരു ഫോണ്ട് പോലും അത് മനസ്സിൽ കിടക്കുമായിരിക്കും. അതൊക്കെ മാറുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതങ്ങനെ തന്നെ നിൽക്കണം. എന്നാൽ ക്വാളിറ്റിയും കുറച്ചുകൂടെ ഒക്കെ അപ്പാവുകയാണെങ്കിൽ നല്ലതല്ലേ. പിന്നെ അത് മാത്രമല്ല, പണ്ട് തിയേറ്ററിൽ കാണാൻ പറ്റാത്തത് ഇപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. റീ റിലീസ് എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലർ ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തിനായി റീ റിലീസൊക്കെ. പക്ഷേ പലരും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ, ഇപ്പോൾ മണിച്ചിത്രത്താഴൊക്കെ തിയേറ്ററിൽ കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് പിന്നെ കാണാൻ പറ്റി. തിയേറ്ററിൽ കാണുന്നത് വേറെ തന്നെ ഒരു സുഖമാണ്. പക്ഷെ അതിൻ്റെ എസെൻസ് ഈ പറഞ്ഞ അതിൻ്റെ ആ ഒരു പരിപാടി മൊത്തത്തിൽ മാറരുത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മാറിയ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല. അജ്മൽ ബ്രോ, യു ആർ ഓൾറെഡി ഇൻ ടു എഡിറ്റിംഗ്. പല ടൈപ്പ് എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫൈറ്റ് എഡിറ്റ് ചെയ്യുന്നത് വേറെ ഗ്രാമറ, മ്യൂസിക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന വേറെ ഗ്രാമറ, ട്രെയിലർ എഡിറ്റ് ചെയ്യുന്ന വേറൊരു ഗ്രാമറ, ഒരു ഇമോഷണൽ സീൻ അല്ലെങ്കിൽ ഒരു ലവ് സീൻ, ഇതെല്ലാം എഡിറ്റ് ചെയ്യുന്നതിന് വേറെ 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 ഒരു ഫ്ലോ ഉണ്ട്, വർക്ക് ഫ്ലോ ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എല്ലാം ഇഷ്ടമൊക്കെ തന്നെയാണ്. അല്ല, ഏതെങ്കിലും ഒരു സംഭവം ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അതിൽ ട്രെയിലറാണ്. ട്രെയിലർ തന്നെയാണ് എനിക്ക് ഏറ്റവും ട്രിപ്പ് കിട്ടുന്നത് ട്രെയിലർ എഡിറ്റ് ചെയ്യുമ്പോഴാണ്. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാം നമ്മുടെ കയ്യിലാണ് നിൽക്കുന്നത്, ഒന്നും പുറത്തേ അല്ല, എല്ലാം നമ്മുടെയാണ്. അത് വിഷ്വല് ഷൂട്ട് ചെയ്ത് തന്നിരിക്കുന്നതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഉണ്ടാക്കുമല്ലേ ഒരു അതിൽ. അത് നന്നായി വരും തോറും നമുക്കത് ഭയങ്കര രസമായി വരും. ആദ്യമൊക്കെ ഇച്ചിരി ബോറടിക്കുമെങ്കിലും പിന്നെ അത് നന്നായി വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻവോൾവ് ആവും അതിൽ, അടിപൊളി ആവുന്നുണ്ട്. സീൻ സ്പെസിഫിക്കേഷൻ ഇല്ല. ഏറ്റവും കൂടുതൽ ഹാർഡായിട്ട് തോന്നിയിട്ടുള്ള എന്താ? എന്ത് ടൈപ്പ് ഓഫ് ജോണർ എഡിറ്റ് ചെയ്യാനാണ് കുറച്ചുകൂടെ ഹാർഡായിട്ട് തോന്നാറ്? ലൈക്ക് ഫൈറ്റ് എഡിറ്റിംഗ് ഒക്കെ നല്ല ടൈം എടുക്കുമല്ലോ. അതേ ഫൈറ്റ് എഡിറ്റ് ചെയ്യാൻ ഹാർഡല്ല, അതിന് കുറച്ച് സമയം എടുക്കും. കാരണം ഒരു 10 സെക്കൻഡ് ആക്ഷൻ സീക്വൻസിന് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കേണ്ടി വരും. അത് ഹാർഡെന്നല്ല, അതും ഹാർഡ് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ട്രെയിലർ തന്നെയാണ് ഏറ്റവും ഹാർഡ്. ഫൈറ്റ് ഒക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഫുട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. ട്രെയിലറാണ് പിന്നെ എനിക്ക് ഹാർഡായിട്ട് തോന്നുന്നത്. ഹാർഡാണ് പക്ഷേ രസവുമാണ്, എല്ലാം കൊണ്ടും. ട്രെയിലർ പിന്നെ ജോണർ നോക്കുവാണെങ്കിൽ ട്രെയിലർ എനിക്ക് കുറച്ചുകൂടെ ഹ്യൂമർ പടങ്ങളുടെ ഫീൽ ഗുഡ്. എനിക്ക് മ്യാവിൻ്റെ ട്രെയിലറൊക്കെ നല്ല പാടായിരുന്നു. പ്രേമലുവിൻ്റെ ട്രെയിലർ ഞാൻ നല്ല സമയം എടുത്താൽ ചെയ്തത്. ട്രെയിലർ പ്രേമലുവിൻ്റെ ട്രെയിലർ ഞാനായിരുന്നു. അപ്പോൾ പ്രേമലുവിൻ്റെ ഒക്കെ ട്രെയിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ കഥ തന്നെ ഞാൻ പറയുന്നുണ്ട് ട്രെയിലറിൻ്റെ അകത്ത്. പക്ഷേ എന്നാലും അത് ഇൻട്രസ്റ്റിംഗ് ആക്കി എടുക്കാൻ ഇച്ചിരി പാടാണ്. ഈ പറഞ്ഞ പോലെ രോമാഞ്ചത്തിൻ്റെ ട്രെയിലറും അങ്ങനത്തെ ജോണർ പടങ്ങളുടെ ട്രെയിലർ ഇച്ചിരി ടഫാണ്. അതേസമയം ത്രില്ലർ മൂവീസിൻ്റെ അത്ര വലിയ പാടുണ്ടാവില്ല. കാരണം അതിൽ ആ ഒരു തീമേ ഉള്ളൂ, ആൾക്കാരെ ചിരിപ്പിക്കണ്ട. അതിൽ ആൾക്കാർക്ക് ഹ്യൂമർ വർക്ക് ആവണമെന്നില്ല. പ്രേമലുവിലും ഈ രോമാഞ്ചത്തിലൊക്കെ ചെറിയ രീതിയിലെങ്കിലും ചിരി കിട്ടണം ട്രെയിലറിന്. കാരണം സീനായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ഹ്യൂമർ വർക്കൗട്ട് ആവും, ട്രെയിലറിൽ കാണുമ്പോൾ അത് വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പോൾ അത് ചിരി കിട്ടിയെടുപ്പിക്കാനും അത് ഇച്ചിരി ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കോമഡി മൂവീസിൻ്റെ, മിന്നൽ മുരളിയുടെ അങ്ങനത്തെ മൂവീസിൻ്റെ ഒക്കെ ട്രെയിലർ ചെയ്യാനാണ് കുറച്ച് പാട്. ഞാൻ ഒരു ജനറൽ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പോൾ കൂടുതലും സ്റ്റൈലൈസ്ഡ് മൂവീസാണ് നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെടാറ്. KGF, മാർക്കോ ആയിക്കോട്ടെ, ദെൻ ആനിമൽ. ഒന്ന് കുറച്ച് വയലൻസ്, കുറച്ച് സ്റ്റൈലൈസ്ഡ്. പക്ഷേ വേറെ കുറേ ഓഡിയൻസ് ലൈക്ക് ടെക്നീഷ്യൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫീൽ ഗുഡ് അല്ലെങ്കിൽ നോർമൽ പേസിൽ പോകുന്ന മൂവീസ് ആയിരിക്കും നമ്മൾ കുറച്ചുകൂടെ അതിൽ നിന്ന് സ്റ്റഡി ചെയ്യാൻ ഒക്കെ കൂടുതലുണ്ടാവുക അല്ലേ ഇതിൽ. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ക്രൗഡ് ഇപ്പോൾ കുറച്ചുകൂടി സ്റ്റൈലൈസ്ഡ് മൂവിയിലോട്ട് പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? സ്റ്റൈലൈസ്ഡ് മൂവീസ് എന്നല്ല, കൊമേഴ്ഷ്യൽ എന്ന് പറയാൻ പറ്റും. കൊമേഴ്ഷ്യൽ ഒരു ഓഡിയൻസ് ആണ് ഇപ്പം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിൽ നല്ലതാണ്. ആൾക്കാർ അങ്ങനത്തെ പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. വെച്ചാൽ ഞാനീ പറയുന്ന KGF, മാർക്കോ അങ്ങനത്തെ മൂവീസ് മാത്രം വരണം എന്നല്ല. ഇപ്പം മിന്നൽ മുരളി ഒരു കൊമേഴ്ഷ്യൽ ഫിലിമാണല്ലോ, പ്രേമലു ഒരു കൊമേഴ്ഷ്യൽ ഫിലിമാണ്. കൊമേഴ്ഷ്യൽ അതേസമയം എനിക്കതും ഇഷ്ടമാണ്. എനിക്കെന്താ ഇപ്പം മെയ്യഴകൻ കണ്ടു, അതും ഇഷ്ടമാണ്. ഓഡിയൻസ് ഉണ്ട്. എല്ലാം നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മൂവീസ് കാണാനും ഓഡിയൻസ് ഉണ്ട്.
സ്ലോ പേസ്ഡ് മൂവീസും അത്യാവശ്യം മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ ഓഡിയൻസ് നമുക്ക് ഒരു രീതിയിലും അങ്ങനെ പറയാനേ പറ്റാത്ത രീതിയിലാണ് മലയാളത്തിലുള്ള ഓഡിയൻസ് പുറത്തേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത്. മലയാളത്തിൽ അത്യാവശ്യം എല്ലാവരും എല്ലാ ടൈപ്പ് പടങ്ങളും കാണും, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുകയും ചെയ്യും. ഉറപ്പായിട്ടും മലയാളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മാത്രമല്ല മലയാളത്തിൽ വരുന്ന ഫിലിംസ് ആണെങ്കിലും എല്ലാ ജോണറും അതിന്റെ ബെസ്റ്റിലേക്ക് എത്തുമ്പോൾ മാത്രമേ പടം വർക്ക് ആവുന്നുള്ളൂ. ഒരു രീതിയിലും അത്യാവശ്യം ഒരു ആവറേജ് ആണെങ്കിൽ പോലും ഓഡിയൻസ് ആവറേജ് എന്ന് പറയുന്നുണ്ട്. വെച്ചാൽ മോശമാണെങ്കിൽ മോശം എന്നും പറയും. അത്യാവശ്യം നല്ല ഓഡിയൻസ് ആണ് മലയാളത്തിൽ. പിന്നെ പുറത്താണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ. ബോളിവുഡിനെ പറ്റി എന്താണ് അഭിപ്രായം? ഇപ്പോഴത്തെ കുറേ മൂവീസ് നമ്മൾ കാണുമ്പോൾ ഒത്തിരി അത് ലൈക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു എന്ന് കുറേ മൂവീസ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നു. അത് ബോളിവുഡിന് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. മലയാളത്തിലും ഒരു സമയത്തുണ്ടായിരുന്നു ഒരു ടൈപ്പ് മാത്രം, അതൊക്കെ മാറി. ബോളിവുഡിൽ നല്ല പടങ്ങളും ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. വിക്രമാദിത്യ മോട്ട്വാനി പോലുള്ള ഡയറക്ടേഴ്സ്, സഞ്ജയ് ലീല ബൻസാലി, അങ്ങനത്തെ ഡയറക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പേരുണ്ട് ബോളിവുഡിൽ. എനിക്ക് ഭയങ്കര ഞാൻ പൂനെയിലായിരുന്നപ്പോൾ എനിക്കറിയാലോ, എനിക്ക് അവിടെയുള്ള ഫ്രണ്ട്സ് ആയിരുന്നു കൂടുതൽ. അപ്പം അവരൊക്കെ ഓരോന്ന് കാണിച്ചു തുടങ്ങുമ്പോഴാണ് എനിക്കും മനസ്സിലാവുന്ന ബോളിവുഡിനെ കുറിച്ച്. അവിടെ നല്ല മേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ബോളിവുഡ് മൂവീസ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. വിശാൽ ഭരദ്വാജ് അങ്ങനത്തെ ഡയറക്ടേഴ്സിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഉണ്ട് നല്ല ഇതുണ്ട്. എന്നാലും കൂടുതലും അതെ. പക്ഷെ അവിടുത്തെ ഓഡിയൻസ് ആണ് ഇത്. ഓഡിയൻസ് കൊമേഴ്ഷ്യൽ മൂവീസിനോടാണ് ഒരുപാട്. കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിക്രമാദിത്യ മോട്ട്വാനിയുടെ മൂവീസ് ഒക്കെ അത്യാവശ്യം കൊമേഴ്ഷ്യൽ മൂവീസ് തന്നെയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒന്നും അവിടുത്തെ അത്രയും വൈഡർ ഓഡിയൻസ് അല്ലേ. ഹിന്ദി അറിയാവുന്ന ഇന്ത്യയിൽ ഇത്ര തിയേറ്റേഴ്സിലാണ് ഒരുമിച്ച് റിലീസ് ആവുന്നത്. അപ്പം അങ്ങനത്തെ ഓഡിയൻസിനെ ഇപ്പം മലയാളി ഓഡിയൻസിനെ പോലത്തുള്ള ഇപ്പം ലാസ്റ്റ് വന്ന മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞ പടം എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. അപ്പം അത് പക്ഷെ അവിടെ ഒന്നും അത്ര വലിയ വർക്കല്ല. സെയിം പുഷ്പ നമ്മുടെ നാട്ടിലോടിയില്ല പുഷ്പ 2, പക്ഷെ നോർത്തില് അത് വൻ ഹിറ്റാ. അതെ അതെ അതെ, ഫുൾ തിയേറ്റർ ഇപ്പോഴും ഫുൾ ഹൗസ് ആണ്. അതെ, അത് പുഷ്പയുടെ മാർക്കറ്റിങ്ങും പിന്നെ അത് ഡബ് ചെയ്തിരിക്കുന്നതൊക്കെ നല്ല രസമായിട്ടാണ്. ഹിന്ദിയിൽ വന്നിരിക്കുന്ന പുഷ്പ 1 ആണെങ്കിലും ഡബ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. അതുകൊണ്ടാണ് അവിടെ അത് വർക്കായത്. അതുപോലെ ബാഹുബലിയൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഇപ്പൊ സൗത്തിലെ ഫിലിംസ് ഒരുപാട്, എനിക്ക് അത് തന്നെയാണ് ഭയങ്കര സന്തോഷം. നമ്മുടെ മലയാളത്തിലെ പല മൂവീസ് ഇപ്പം ഭയങ്കരമായിട്ട് റീച്ച് കിട്ടുന്നുണ്ട്. ഓൾ ഓവർ ഇന്ത്യ നല്ല രീതിയിൽ. ഞാനൊക്കെ നോർത്തിലുണ്ടായിരുന്നപ്പോ അവര് കളിയാക്കുമായിരുന്നു മദ്രാസി മൂവീസ്. പക്ഷെ പണ്ടത്തെ പോലെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയെ. ഇപ്പം എനിക്ക് തോന്നുന്നു റെഫറൻസ് ആയിട്ട് ഇപ്പം നമ്മുടെ 2024 ഇപ്പം വന്നിരിക്കുന്ന ഇന്ത്യൻ ഫിലിംസിൽ ഏറ്റവും ഇൻഡസ്ട്രിയിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് മൂവീസ് വന്നിരിക്കുന്ന മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെയാണ്. അതിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം അതുപോലുള്ള പുതിയ കുറേ മേക്കേഴ്സ് വന്നു, പുതിയ ഡയറക്ടേഴ്സ് വന്നു. പിന്നെ ഫ്രഷ് ആണ് ചെയ്യുന്നത്. ചെയ്ത ടൈപ്പ് ഒരു സാധനവും അല്ല, എല്ലാം ഫ്രഷ് ആണ്. വേറെ ആരും ചെയ്തിട്ടില്ലാത്ത പല പരിപാടികളും മലയാളത്തിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർ. അപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റ് നമ്മൾ വിചാരിച്ചേക്കാൾ കൂടുതൽ ടൈം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കട്ട് ഓഫ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ അജ്മലായിട്ട് കുറേയധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള പല പോഡ്കാസ്റ്റ് എപ്പിസോഡ്സ് ആയിരിക്കും നമ്മൾ ഇറക്കുക. അപ്പോൾ ഡെഫിനറ്റ്ലി അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ആരെ വേണം എന്നുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാം. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഐ എം എബിൻ ഫിലിപ്പ് വിത്ത് അജ്മൽ സാബു സൈനിങ് ഓഫ്.